ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പഴം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു 3 പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം എടുത്തിട്ടുള്ളത്. ശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 3 പഴം ഉണ്ടല്ലോ, ആ പഴം അതിലോട്ട് ഇട്ടിട്ട് കൊടുക്കാം. പഴം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. കളറൊന്ന് മാറി തുടങ്ങുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. പഴം ഒന്ന് വഴന്നിട്ട് വന്നതിന് ശേഷം അടുത്തായി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള പഞ്ചസാരയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാര തന്നെ മതിയാവും കേട്ടോ. പഞ്ചസാരയും പഴയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര മെൽറ്റായി വരുന്നത് വേണ്ട, നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലൂടെ ചേർക്കാനുള്ള തേങ്ങയാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരിയതും കൂടെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടി തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനൊരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് റവയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് റവ ഉണ്ടല്ലോ, 1/2 കപ്പ് റവ ഇതിലോട്ടും ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. റവ കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് മറ്റൊരു പാത്രത്തിലൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടും ചൂടാറിയ ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കാം. നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിലൊന്ന് കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് കുറച്ച് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് അടുത്തടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ ബോൾസ് ആക്കി വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് കോരിയിട്ടെടുക്കാം. എണ്ണ ഒന്നും പിടിക്കില്ല കേട്ടോ. എണ്ണ കണ്ട അതുപോലെ തന്നെ ചട്ടിയിലുള്ളത് കണ്ട നമുക്കൊന്ന് കോരിയിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ പഴവും റവയും കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ.